ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ നമ്മളൊരു കുഞ്ഞ് ഓണം വ്ലോഗാട്ടോ. എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ടൊക്കെ 10 ദിവസം നമ്മൾ പൂക്കളം ഇടുമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ഉള്ളപ്പോഴായിരുന്നു പൂക്കളൊക്കെ ഇടാൻ ഒരു രസം. ഇപ്പം നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് ഒരു രസമില്ല. എന്നാലും നമ്മൾ ഉത്രാടത്തിന് സ്ഥിരം പൂക്കളം ഇടും കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചു. എല്ലാം കൂടി ചേർന്നിട്ടുള്ള കിറ്റ് കിട്ടും. അതിന് 100 രൂപയായിരുന്നു. അങ്ങനെ 100 രൂപയുടെ 2 കിറ്റ് നമ്മൾ വാങ്ങിച്ചു. അതുപോലെ തന്നെ കുറച്ച് മുല്ലപ്പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാളെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട്. പൂവൊക്കെ ഇറുത്തോണ്ടിരുന്നപ്പോൾ നല്ല മഴയും കാറ്റുമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അയ്യോ അത്തപ്പൂ കുളമാവുമോന്ന്. കാരണം കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പറന്നുവല്ലോ. പക്ഷേ ഒരു മഴ പെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് മാറി. അങ്ങനെ ദാ നമ്മൾ നമ്മുടെ അത്തപ്പൂവൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ മാറ്റിയിട്ട് ഈ വർഷം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഇട്ടു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഉത്രാടം ദിന വിശേഷങ്ങൾ. ദാ അടുത്ത ദിവസം തിരുവോണം എത്തി. തിരുവോണത്തിന് കണ്ണ് തുറന്നപ്പോഴേ നല്ല മഴയായിരുന്നു. പിന്നെ ദാ നമ്മൾ രണ്ടുപേരും ഒരുങ്ങി ദാ അമ്പലത്തിലേക്ക് പോവാണ്. അത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട് മൂടാമ്പാടിയിൽ. അവിടെ പോയി തൊഴുതിട്ട് നമുക്ക് അമ്പലപ്പുഴ പോകാമെന്ന് കരുതി. ഞങ്ങൾ എല്ലാ കൊല്ലവും ഇവിടെ ഉണ്ടെങ്കിൽ അമ്പലപ്പുഴയിൽ തന്നെ പോയി ഒരു ഫോട്ടോയൊക്കെ അത് മസ്റ്റായിട്ട് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂടാമ്പാടി അമ്പലത്തിൽ വന്നപ്പം അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കരുതി അമ്പലപ്പുഴയിലും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞങ്ങളത് ആടിപ്പാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊക്കെ ഞങ്ങൾ സ്ഥിരം തിരക്കുള്ള ദിവസം പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ തന്നെ വണ്ടിയൊക്കെ പോയി പാർക്ക് ചെയ്തിട്ട് നടന്ന് അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മളെപ്പോലെ താമസിച്ച് വരുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടെന്ന്. നിറച്ച ആളായിരുന്നു. ഭയങ്കര തിക്കും തിരക്കായിരുന്നു. ഞങ്ങൾ സാധാരണ വെളിയിൽ നിന്നെങ്കിലും തൊഴുന്നതാ. പക്ഷെ ഇപ്രാവശ്യം വെളിയിൽ നിന്ന് തൊഴാൻ പോലും പറ്റിയില്ല. അമ്മാതിരി തിരക്കായിരുന്നു. മഴയായിട്ടും ഇത്ര തിരക്ക്. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ജസ്റ്റ് ഒന്ന് തൊഴുതു. എന്നിട്ട് ചന്ദനമൊക്കെ വാങ്ങിച്ചു. കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. അപ്പം ഞങ്ങൾ സ്ഥിരം ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് എടുക്കേണ്ട വേറൊരു സ്ഥലത്തു നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഒരാളോട് പറഞ്ഞു നമ്മുടെ ഫോട്ടോ ഒക്കെ കുറച്ച് എടുപ്പിച്ചു. പിന്നെ നമ്മുടെ കുറച്ച് മാസ് സ്ലോ മോഷനും കൂടി. സ്ലോമോ ഇല്ലാതെ ഇപ്പം എന്ത് ഉത്സവമല്ലേ. ഉത്സവമല്ല ആഘോഷം. അങ്ങനെ കുറച്ച് സ്ലോമോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ദാ തിരിച്ച് വീട്ടിൽ പോവാണ്. മഴയൊക്കെ ചാറ്റലുണ്ടായിരുന്നു. പിന്നെ ദാ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഈ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2, 3 ഡ്രസ്സ് കാണിച്ചിട്ട് ഇതിലേതാ എനിക്ക് ചേരുന്നത്, ഞാൻ ഏതായിരിക്കും എടുക്കുന്നതെന്ന്. അങ്ങനെ ഒരുപാട് പേര് കമന്റ് ചെയ്തതും ഈ ഡ്രസ്സാണ്. ഇത് തന്നെയായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. അങ്ങനെ ദാ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ കാത്തു ബേബി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കാത്തു ബേബിക്ക് നമ്മൾ ദാ പട്ടുപാവാടയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ പട്ടുപാവാട തന്നെയാണ് നമ്മുടെ 2 ബേബീസിനും എടുത്തിട്ടുള്ളത്. അങ്ങനെ കാത്തുകുട്ടിക്ക് പട്ടുപാവാടയൊക്കെ കൊടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ദാ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ ചെറിയൊരു ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു വീട്ടിൽ പോവാണോ വീട്ടിൽ പോവാണോ എന്ന്. അതെ, ഞങ്ങൾ വീട്ടിലേക്ക് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ നമ്മുടെ ഗൗരിക്കുട്ടി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ നമ്മൾ വീടെത്തി. അത്യാവശ്യം നല്ല മഴയുള്ള ദിവസമായിരുന്നു അത്. നല്ല മഴക്കാറായിരുന്നു തിരുവോണത്തിന് ഈ വട്ടം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പം അവിടെ കറികളും കാര്യങ്ങളും ഒക്കെ റെഡിയായിരുന്നു. നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഗൈസ്. നമ്മൾ രാവിലെ എണീക്കാൻ കുറച്ച് വൈകി. പിന്നെ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നപ്പോൾ കുറച്ചൊന്ന് വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീടെത്തി. സാധാരണ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് സദ്യയൊക്കെ കഴിച്ചിട്ടാണ് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് വൈഫിന്റെ വീട്ടിലേക്ക് പോകേണ്ടതെന്നാണ് എനിക്കറിയാവുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാട്ടോ. എല്ലായിടത്തും അങ്ങനെയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ നമ്മൾ രാവിലെ അങ്ങ് പോന്നു. വീട്ടിൽ അമ്മയ്ക്കൊക്കെ പനിയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് സദ്യ ഒന്നും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ നമ്മളെ ഇവിടുന്ന് ഇവര് വിളിച്ചിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ദാ നമ്മളെ വീടെത്തി. പണ്ടെങ്ങനെയാന്ന് വെച്ചാ ഓണത്തിന് എനിക്ക് അമ്മൂമ്മയുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മ. അമ്മൂമ്മയാണെങ്കി വിഷു, ഓണം അതിന്റെ തലേദിവസം ഒന്നും ഉറങ്ങാറില്ല. അമ്മൂമ്മയ്ക്ക് സദ്യയൊക്കെ രാവിലേ സെറ്റാക്കണം. ഇപ്പം അമ്മൂമ്മയ്ക്ക് വയ്യാട്ടോ. എന്നാലും ഇവിടെ ഇപ്പഴും നമ്മള് വന്നപ്പത്തേനും സദ്യയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. പിന്നെ ദാ അമ്പാടി ചേട്ടൻ എല്ലാവർക്കും ഓണം കോടി വിതരണത്തിലാണ്. ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചു. ഓണക്കോടി വിതരണത്തിനായിട്ട്. അങ്ങനെ ആദ്യം നമ്മൾ അച്ഛന് കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ നമ്മള് ചിറ്റയ്ക്ക് കൊടുത്തു. അമ്മൂമ്മയ്ക്ക് ഞാൻ ലാസ്റ്റ് ടൈം കൊടുത്ത ഓണക്കോടി അമ്മൂമ്മ ഇതുവരെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഓണക്കോടി വേണ്ടാന്ന് എന്നോട് നേരത്തേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അമ്മൂമ്മയ്ക്ക് ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് ഗുല്ലൂന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളോടൊന്ന് ഒരുങ്ങി വരാൻ പറഞ്ഞപ്പം ആള് ആദ്യം പറഞ്ഞപ്പോ കേട്ടില്ല. പിന്നെ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുല്ലൂന് നമ്മൾ ഓണക്കോടി കൊടുത്തു.
പിന്നെ ദാ നമ്മുടെ സദ്യയെല്ലാം നമ്മൾ ആദ്യം വിളക്ക് വെച്ചിട്ട് ഇലയിൽ വിളമ്പുമായിരുന്നു. അമ്പാടി ചേട്ടനും ചുറ്റും എല്ലാവരും കൂടെ വിളക്കത്തെല്ലാം വിളമ്പി. അതിനുശേഷം ഞങ്ങൾ ആദ്യത്തെ സെറ്റ് ആൾക്കാർക്ക് സദ്യ കൊടുത്തു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ 2 മണി ആ ടൈമിലൊക്കെയാണ് ഫുഡ് കഴിക്കാറ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിശപ്പായിട്ടില്ല. രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നല്ലേ കഴിച്ചത്. അങ്ങനെ ഞാനും അച്ഛനും കൂടി ദാ ഇവിടെല്ലാം ഇലയിട്ടിട്ട് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ വിളമ്പുമായിരുന്നു. നമ്മുടെ പണ്ടത്തെ വീട്ടില് അറയും അതുപോലെ തന്നെ ഇടനാഴിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഇടനാഴിയിൽ ഇങ്ങനെ ഇലയിട്ടിട്ടായിരുന്നു നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത്. അറയുടെ അവിടെ വിളക്ക് കത്തിച്ച് വിളക്കത്തും വെച്ചിട്ട് ഇങ്ങനെ ഇടനാഴിയുടെ അവിടെ എല്ലാവരും നിരന്നിരുന്നൊക്കെയായിരുന്നു കഴിക്കുന്നത്. ഇപ്പൊ അതൊക്കെ മാറി എല്ലാവരും ഡൈനിങ് ടേബിളിലൊക്കെ ആയി. പിന്നെ ഈ സദ്യയൊക്കെ വിളമ്പിയ സമയത്ത് ചേച്ചി പുറത്താ. ചേച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഇതൊക്കെ മിസ്സായി. അപ്പൊ അതിന്റെ സങ്കടമൊക്കെ ഉണ്ട്. ഇനിയിപ്പോ വരുമ്പോ നമ്മളൊരു സദ്യയൊക്കെ സെറ്റ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് വന്നപ്പോൾ ബോളിയൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ വന്നത്. നമ്മളിവിടെ അങ്ങനെ സാധാരണ ബോളിയും പായസം ഇല്ല. അപ്പം ഞങ്ങളൊരു ഇങ്ങനെ എന്തോ വാങ്ങിക്കാൻ അമ്പലപ്പുഴയിൽ ഇറങ്ങിയപ്പം ഒരുപാട് ആൾക്കാർ ഒരു കടയിൽ നിന്ന് ബോളി വാങ്ങിക്കുന്നത് കണ്ടു. അങ്ങനെ നമ്മൾ വാങ്ങിച്ചു ഒരു ബോളി. അത്യാവശ്യം നല്ല ബോളിയായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആദ്യത്തെ സെറ്റ് ആൾക്കാര്. അപ്പം ഞാൻ നോക്കിയപ്പം ഞങ്ങളുടെ കുറേ ഫോട്ടോസ് ഞങ്ങളുടെ വെഡ്ഡിങ്ങിനെടുത്ത ഫോട്ടോസൊന്നും വീട്ടിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ വെഡ്ഡിങ് കഴിഞ്ഞ ടൈമിലായിരുന്നു നമ്മുടെ പഴയ വീട് പൊളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പഴാണ് അമ്മ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പൊ അത് കണ്ടപ്പോ ചെറിയൊരു ക്ലിപ്പ് എടുത്താ ട്ടോ. പിന്നെ ഞാനും ചേട്ടനും കൂടി കഴിച്ചു. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ സദ്യ വിശേഷങ്ങൾ. നെക്സ്റ്റ് ഞങ്ങള് കുറച്ച് ഡാൻസ് റീലൊക്കെ എടുത്തിട്ടുണ്ട് ട്ടോ. ഞാൻ ഓരോന്നോരോന്നാക്കി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചെറിയൊരു ഫോട്ടോഷൂട്ട് നമ്മുടെ കൈലാസ് മാമൻ എടുത്ത് തന്നു. ആള് ഫ്രെയിമിലില്ല. പക്ഷെ ആളാണ് നമുക്ക് ഈ വീഡിയോസ് എല്ലാം എടുത്ത് തന്നിട്ടുള്ളത്. ഞാൻ ഓരോന്നോരോന്നാക്കി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് ഓണവിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ അമ്മമാരും അതുപോലെ തന്നെ ചിറ്റമാരും പിന്നെ വരുന്നത് എൻ്റെ പിള്ളേരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.